ജെന്നി, ഞാൻ പോകുന്നതിന് മുമ്പ് സെമിനാർ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതെന്തിയെ? അത് പിന്നെ സാർ, ഇവിടെ അത് ആരും ചെയ്തിട്ടില്ല. അന്ന മാത്രം ചെയ്തിട്ടുള്ളൂ, ബാക്കി ആരും ഇതുവരെ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ചെയ്തിട്ടില്ല? ഒരാഴ്ച സമയം ഉണ്ടായിരുന്നില്ലേ? എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പണി. അത് പിന്നെ സാർ, എനിക്ക് ഇനിയൊന്നും കേൾക്കണമെന്നില്ല. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് എനിക്ക് എല്ലാവരുടെയും സെമിനാർ കിട്ടിയിരിക്കണം. ദാറ്റ്സ് മൈ ഓർഡർ. ബട്ട് സാർ, അത് ഇമ്പോസിബിൾ അല്ലേ? 2 ദിവസമെങ്കിലും വേണം ആ സെമിനാർ ചെയ്തു തീർക്കണമെങ്കിൽ. പിന്നെ എങ്ങനെ ഞങ്ങൾ 5 മണിക്ക് മുമ്പ് അത് ചെയ്തു തീർക്കുന്നത്? അപ്പൊ അത് അറിയാം നിനക്ക്, എന്നിട്ട് നീ ചെയ്തോളൂ അത്. ഇല്ല സാർ. ആ, ഇല്ലല്ലോ. അപ്പൊ നീ മിണ്ടണ്ട, അവിടെ ഇരുന്നാ മതി. ഞാൻ പറയുന്നില്ലല്ലോ, കൊണ്ട് കേട്ടാൽ മാത്രം മതി. മനസ്സിലായോ? സോറി സാർ. പിന്നെ ഇവിടെ അന്നയാണ് സെമിനാർ ചെയ്തെന്നല്ലേ പറഞ്ഞേ? കുറച്ച് കഴിയുമ്പോൾ, അതായത് ഈ ക്ലാസ് കഴിയുമ്പോൾ അന്ന എന്റെ ഓഫീസിലോട്ട് വരണം. സോറി സാർ, എനിക്ക് വേറെ സെമിനാർ ചെയ്യാനുണ്ട്. നീ വരുമോ എന്നല്ല ചോദിച്ചേ, നീ വരണം എന്നാ പറഞ്ഞത്. ബട്ട് സാർ, പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. ശരി സാർ. ഇങ്ങനെ ആരാ നിങ്ങളുടെ വിചാരം? കുറെ ആയി ഞാൻ സഹിക്കുന്നു. നല്ല ഫോട്ടോക്കിലും മറ്റും കൊണ്ടുവിടും. അന്ന 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 എന്നാണ് എൻ്റെ പേര്. നിങ്ങളുടെ ഇത് എങ്ങനെ കർത്താവ് എന്ന് രക്ഷപ്പെടും? അതിനുള്ള ഐഡിയെങ്കിലും നിനക്ക് ഒന്ന് കാണിച്ചു തന്നൂടെ? ഞാനൊരു പാവം. ഇവക്ക് എന്തൊക്കെ ഒറ്റയ്ക്കോട് സംസാരിക്കുന്നു? വേറെ പണിയില്ല മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. കർത്താവേ, സാറ് നോക്കും, ഇവിടെ ഏത് ലോകത്താണോ എന്തോ. എടി അന്നേ അന്നേ നോക്ക്, സാറ് നോക്കും നിന്നെ. ആ, അങ്ങനെ അവിടെ ഇരുന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് അതേ പറ്റത്തുള്ളൂ. കർത്താവേ, ഇത് ഇവക്ക് എന്തോ പറ്റി? സാർ ഇപ്പൊ ഇവിടെ കൊല്ലും. അമ്മാതിരിയാ നോക്കുന്നേ. എന്താ സാറേ? ഞാൻ ഒന്നും ചെയ്തില്ല. എന്താ? കുറെ നേരമായി ആസ്വദിക്കുന്നു. ഒറ്റയ്ക്ക് ഭയങ്കരമായിട്ട് പിറവെക്കുവാണല്ലോ. എന്തുവാടി നീ ഇപ്പൊ സംസാരിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണ്? അത് പിന്നെ സാറേ, ഒന്നുമില്ലല്ലോ. വെറുതെ എനിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്, പറഞ്ഞു കേട്ടല്ലോ. സോറി സാർ, ഇനി ഉണ്ടാക്കില്ല. ശരി, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. പിന്നെ അന്ന ഇപ്പൊ തന്നെ ഒരു ക്യാബിനിലേക്ക് വരണം, പറഞ്ഞു കേട്ടല്ലോ. താമസിക്കരുത്. ആരും സെമിനാറ് കാര്യം മറക്കണ്ട. 5 മണിയാകുമ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ വരും. ചെയ്യാത്തവരാരും ഇന്ന് ഈ ക്ലാസ്സിൽ നിന്ന് പുറത്തോട്ട് പോകത്തില്ല. പിന്നെ ന്യൂ അഡ്മിഷൻ ഏഞ്ചലല്ലേ, ആ കുട്ടി ചെയ്യണ്ട കേട്ടോ. അതെന്താ സാർ? അത് വേറെ ഒന്നും കൊണ്ടല്ല, താൻ പുതിയതല്ലേ. ഇനിയുള്ള സെമിനാർ ചെയ്തു തുടങ്ങിയാൽ മതി. ഇത് വിട്ടേക്ക്, ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച കൊടുത്തതാ. ഞാൻ പോയിട്ട് ഈ സെമിനാർ കൊടുത്തിട്ടാ കേട്ടോ. അല്ല, മോൾ എന്തായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചേ? അത് പറഞ്ഞിട്ട് നീ പൊയ്ക്കോ. എന്ത്? ഞാൻ ഒറ്റയ്ക്ക് എന്താ സംസാരിച്ചെന്നാ നീ പറയുന്നത്? ഒന്ന് പോടി. ഞാൻ പോട്ടെ. ചെല്ല് ചെല്ല്, നീ വരുമ്പോ ഞാൻ എടുത്തോളാം. എന്തോ എവിടെയോ ഒരു തകരാറുണ്ടെന്ന് എനിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. എന്ത് തകരാറ്? ഒരു തകരാറും ഇല്ല. നിനക്ക് ഒട്ടാണോ? ഞാനേ ഇത് പോയി കൊടുത്തിട്ട് വിട്ടില്ലെങ്കിൽ ശരിയാവൂല. വീട്ടിൽ നീ ഇങ്ങോട്ടല്ലേ വരുന്നേ? ഞാൻ അപ്പം എടുത്തോളാം. ദൈവങ്ങളെ കാത്തോണേ, പുലിമടയിലോട്ടാ കയറാൻ പോകുന്നത്. എന്താണോ എന്തെങ്കിലും നടക്കാൻ പോകുന്നത്. ഇതാ സാർ, സാർ പറഞ്ഞ സെമിനാർ ഇതിലുണ്ട്. സെമിനാർ ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ ആരാ ഈ കോളേജിലെ? സാർ ഈ കോളേജിലെ പ്രൊഫസർ അല്ലേ? അതെ, പ്രൊഫസറാണ്. ഈ കോളേജ് ആരുടെയാ? എന്താ ഇതൊക്കെ എന്റെ അടുത്ത് ചോദിക്കുന്നത്? സാറിന് അവനോടെ എനിക്കറിയാവോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചതിന് മാത്രം നീ ഉത്തരം പറഞ്ഞാൽ മതി. പറ, ഈ കോളേജ് ആരുടെയാ? ഇത് സാറിന്റെ കോളേജാ. അറിയാലോ, ഇത് എന്റെ കോളേജാ. അപ്പോൾ ഞാൻ പറയുന്ന ഇവിടെ നീ ഇവിടെ കേൾക്കാൻ. ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ട അതിലെതിരായിട്ട് പറയാൻ പാടില്ല, മനസ്സിലായോ? ആ സാർ, ഇനി എതിര് പറയില്ല. എന്നാ പിന്നെ നിനക്ക് കൊള്ളാം. ശരി സാർ, ഞാൻ പോവാം. ക്ലാസ് തുടങ്ങാറായി. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെയാ? ഇവിടെ വരെ വന്നിട്ട് ഒന്നും തരാണ്ട് പോവാണോ? സാറിന് തരാൻ വേണ്ടി എന്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് പോണം. നീ പോണോ വേണ്ടിയെന്ന് ഞാൻ തീരുമാനിക്കും. ഇപ്പൊ ഇവിടെ നിൽക്കും. ഇനി എന്റെ മോള് പൊയ്ക്കോട്ടോ. ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അവളെ കിസ് ചെയ്യുന്നത് അത് നല്ലതൊന്നുമല്ല. ഓ, അത് കുഴപ്പമൊന്നുമില്ല. നിന്നെയല്ലേ, വേറെ ആരെയല്ലോ. ഇയാളോട് പറയാൻ വന്ന എന്നെ പറയാൻ മതി. ഇനി ഇങ്ങനെ കിസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പോയി കംപ്ലൈന്റ് കൊടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ എന്താ നീ കാണിക്കുന്നത്? എന്തായാലും കംപ്ലൈന്റ് ചെയ്യാൻ പോയില്ലേ, അപ്പൊ ഇതോടെ കംപ്ലൈന്റ് ചെയ്തേക്കും. ഈ ചെയ്യുന്നതിനെല്ലാം അവസാനം താൻ കരയേണ്ടി വരും. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ. എനിക്കറിയാനാ ഇതിനെല്ലാം അവസാനം ഞാൻ കരയുന്നു. എന്നാലും എനിക്ക് നിന്നിൽ നിന്ന് അകലാൻ പറ്റുന്നില്ല. നീ എന്നെ വിട്ട് എത്ര അകന്നു പോകുന്നു, അതിനേക്കാൾ ഏറെ ഞാൻ നിന്നിലേക്ക് അടുത്തോണ്ടിരിക്കുക. എൻ്റെ ആ പഴയ എന്നെ കിട്ടുന്നവരെ ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യും. ഞാൻ കാരണം ഇപ്പൊ ഇന്നത്തെ അവസ്ഥ തന്നെ ഉണ്ടായത്. അല്ല, താൻ എവിടെ പോയതല്ല? ഞാൻ സെമിനാർ സബ്മിറ്റ് ചെയ്യാൻ പോയതാ മാഡം. ശരി, പോയിരിക്കുന്നു കേട്ടോ.
സെമിനാർ കൊടുത്തോടി? ആടി കൊടുത്തു കഴിഞ്ഞു. നീ നാളെ ഫ്രീ ആണെങ്കിലേ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? നാളെ എന്തായാലും ക്ലാസ്സിന് ലീവ് അല്ലേ? ആടി പോവാലോ. ഞാൻ കുറേയായി കറങ്ങാനൊക്കെ ഒന്ന് പോയിട്ട്. നമുക്ക് എന്തായാലും നാളെ പോവാം. പുറത്ത് നല്ല മഴയല്ലേ? നാട്ടിലൊക്കെ മഴ പെയ്താ ഞാൻ പോയി നനയാറുള്ളതാ. ആ കാലാവസ്ഥയല്ല ഇവിടെ, അതുകൊണ്ട് നീ നനയണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. നീ അങ്ങനെ പറയണ്ട. കോളേജ് ചെയ്ത പിറ്റേ ദിവസം നീ മഴ പോയി നനഞ്ഞിട്ട് 2 ദിവസം ക്ലാസ്സിൽ വരാണ്ടിരുന്നല്ലേ? അതും പനി പിടിച്ചിട്ട് വരാണ്ടിരുന്നല്ലേ? അല്ല, അത് പിന്നെ അറിഞ്ഞില്ലല്ലോ എനിക്ക് പനി പിടിക്കൂന്ന്. ഇപ്പൊ അറിഞ്ഞല്ലോ, അത് മതി. മോള് ഇപ്പൊ പഠിക്കാൻ നോക്ക് കേട്ടോ. ഇത് അയാളല്ലേ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേ? അയാൾ എന്താ ഇവിടെ? അതേ കണ്ണ്, എനിക്ക് ഉറപ്പാണ് ഇത് അയാള് തന്നെയാ. ഏഞ്ചൽ, എന്താ അവിടെ നോക്കിയിരിക്കുന്നത്? അത് ഒന്നുമില്ല മാം, ഒന്നുമില്ല. ശരി, ഇവിടെ ശ്രദ്ധിക്കാൻ നോക്ക് കേട്ടോ, പുറത്തേക്ക് നോക്കിയിരിക്കണ്ട. ഓക്കെ മാം. അത് അയാള് തന്നെയാണോ? അതും എനിക്ക് തോന്നിയതാണോ? എന്നാലും അയാൾ എന്തായിരിക്കും ഇവിടെ? എന്താടി, എന്താ പറ്റി? എന്താ നീ ആലോചിക്കുന്നേ? അത് പിന്നെ ഒന്നുമില്ലടി. നിനക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ ഏഞ്ചൽ? എന്ത് ചോദ്യം, ഇഷ്ടപ്പെട്ടോന്നോ? ഒത്തിരി ഇഷ്ടായി. ഇതൊക്കെ എന്ത്, ഇനിയുണ്ട് കുറേ കാണാൻ. എനിക്കിതെല്ലാം ആദ്യ അനുഭവങ്ങളാ. നമുക്കിനി ലീവ് കിട്ടുമ്പോ ഇടയ്ക്ക് കറങ്ങാൻ പോയാലോ? പിന്നെന്താ, പോവാലോ. എവിടെ വേണേലും നമുക്ക് പോവാം. അത്രയ്ക്ക് സ്ഥലമുണ്ട് ഈ മുംബൈയിൽ കാണാൻ. അയ്യോ, ഞാൻ ഒരു കാര്യം മേടിക്കാൻ മറന്നുപോയി. എന്താടി? അത് കുറച്ച് സാധനങ്ങളാടി വീട്ടിലേക്ക്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി മേടിച്ചിട്ട് തരാം. അല്ലടി, ഞാനും കൂടെ വരാം. ഏയ്, അത് കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ സാധനം മേടിക്കാനാ. നീ ഇവിടെയൊക്കെ കാണും. എന്നാ ശരിടി, നീ പോയിട്ടോ, ഞാൻ ഇവിടെ നിൽക്കാം. ശരി, ഞാൻ പെട്ടെന്ന് വരാം. എവിടെയും പോവല്ലോ കേട്ടോ, ഇവിടെ തന്നെ നിൽക്കണേ. ആടി മോളെ, ഓടല്ലേ, നിക്ക്, വണ്ടി വരും, പറയുന്ന കേക്ക്. ഓടല്ലേ, നിക്ക്. മോളെ, മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എത്ര പറഞ്ഞാലും കേൾക്കരുത് കേട്ടോ നീ. വളരെ നന്ദിയുണ്ട്. താനില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിച്ചേനെ. വളരെ നന്ദി. നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതെവിടുന്ന ഈ മ്യൂസിക് കേൾക്കുന്നത്? അത് ആ ഓഡിറ്റോറിയത്തിൽ നിന്നാ. എന്നും ഈ സമയമാകുമ്പോ കേൾക്കാൻ പറ്റും. ശരി, എന്നാ പിന്നെ ഞങ്ങള് പോവാണേ. ആയിക്കോട്ടെ. ഈ വയലിൻ അതാരെയും വായിക്കുന്നത്? അയാൾ ആരാ? എത്ര ഫീലോടെ ഇത് വായിക്കുന്നത്? അയാളുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഒന്ന് കണ്ടായിരുന്നെങ്കിൽ. ഏഞ്ചൽ, സാറെന്താ ഇവിടെ? അത് ഞാനാ ചോദിക്കണ്ടേ, താനെന്താ ഇവിടെ? അത് പിന്നെ സാർ, ഞാൻ ആദ്യം ഒന്ന് കറങ്ങാൻ തുടങ്ങിയതാ. പോകുന്ന വഴിക്ക് ഞാൻ ഈ മ്യൂസിക് കേട്ടെ. അപ്പോൾ ഇത് ആരാ വായിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഇവിടം വരെ വന്നതാ. മ്യൂസിക് കേട്ടു തുടങ്ങിയപ്പോൾ ഇവിടുന്ന് പോകാനും തോന്നിയില്ല. അത്രയ്ക്ക് ഫീൽ ഉണ്ട് ഇത് കേൾക്കുമ്പോൾ. ആർക്കോ വേണ്ടി വായിക്കുന്ന പോലെ ഇല്ലേ ഏഞ്ചൽ? അതെ സാർ, ആർക്കോ വേണ്ടി വായിക്കുന്ന പോലുണ്ട്. അവൻ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ മ്യൂസിക്കിനും ഓരോ അർത്ഥമാണ്. ഇതവൻ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാ, ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട്. അപ്പൊ സാറിന് ഈ വയലിൻ വായിക്കുന്ന ആരാന്നറിയോ? അറിയാം. അവനെ അറിയാത്ത ആരാ ഇവിടുള്ളേ? ബട്ട് എനിക്കറിയില്ല സാർ, ആരാ അയാള്? എനിക്ക് പറഞ്ഞുതരൂ. നീ ഇനി ഇവിടെ തന്നെ കാണൂലോ, അവനെ അവൻ തന്നെ അറിയിക്കും. സാർ, എനിക്ക് മനസ്സിലായില്ല. ഏയ്, ഒന്നുമില്ലടോ. അവനെ കുറിച്ച് ഞാൻ വേറെ ദിവസം പറഞ്ഞുതരാം. ഇപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഏഞ്ചൽ, നീ എവിടെ എന്തെടുക്കും ഏഞ്ചലെ? ഞാൻ നിന്നെ അവിടെ നിക്കണേന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. എവിടെ പോയെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ നിന്നെ അവിടെ കാണാൻ തിരക്കിയെന്നറിയോ? എന്നിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുക. എടി, അത് പിന്നെ ഞാൻ ആ മ്യൂസിക് കേട്ടോണ്ട് ഇങ്ങോട്ട് വന്നതാ. ഏത് മ്യൂസിക്കിനെ കുറിച്ചാണ് നീ ഇവിടെ പറയുന്നേ? അയാള് പോയെന്ന് തോന്നുന്നടി. ഇവിടെ കുറച്ചു മുമ്പ് ഒരാൾ വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ആയിക്കോട്ടെ, നീ ഇപ്പൊ വന്നേ. സമയം എത്രയെന്ന് വല്ല ബോധമുണ്ടോ ഏഞ്ചലി നിനക്ക്? എന്നാലും അയാൾ ഇതെവിടെ പോയി? ഇത്രയും നേരം ഇവിടെ വായിച്ചോണ്ടിരുന്നല്ലേ. നീ ഒന്ന് വരുന്നുണ്ടോ? സമയം കുറേയായി. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം വീട്ടിലേക്ക്. ശരി, വാ, നമുക്ക് പോവാം. ഇതെന്താ ബുക്കും ഫ്ലവേഴ്സും ഒക്കെ? ഇതാരെ എവിടെ കൊണ്ട് വെച്ചേ? കൂടെ കത്തൊക്കെ ഉണ്ടല്ലോ, എന്താണോ എന്തോ.
ഇറ്റ്സ് ഫോർ യു മൈ ഡിയർ ഏഞ്ചൽ. എന്നാലും ഇതാരായിരിക്കും ഇവിടെ കൊണ്ടുവച്ചേ? കഴിഞ്ഞ ദിവസം മൊത്തം ഫ്ലവേഴ്സ് മാത്രമായിരുന്നു. ദേ ഇപ്പൊ ബുക്കും കൂടെ. എന്താണോ എന്ത് ഇതാരായിരിക്കും എന്നാലും ഇത് ചെയ്യുന്നേ? ആരാധന ഞാൻ കണ്ടുപിടിച്ചോളും. എത്ര വരെ പോകുന്നു ഞാനോ നോക്കട്ടെ. താൻ എത്ര കാലം എൻ്റെ അടുത്തുനിന്ന് മറഞ്ഞു നിൽക്കുമെന്ന് എനിക്കൊന്ന് കാണണം.